Good morning, students. Today we are going to discuss our fourth unit, micro planning for classroom transaction. What is mean by planning? Planning in teaching learning process. A key aspect of effective teaching is having a plan for what will happen in classroom each day. Okay, planning എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓരോ ക്ലാസ് റൂമിലും എന്ത് നടക്കണമെന്ന് പ്ലാനിങ്ങിലൂടെയാണ് ടീച്ചർ തീരുമാനിക്കുന്നത്. ഓക്കെ, ആൻഡ് ക്രിയേറ്റിംഗ് സച്ച് എ പ്ലാൻ ഇൻവോൾവ് സെറ്റിംഗ് റിയലിസ്റ്റിക് ഗോൾസ്, deciding how to incorporate course textbook and other requirement materials, and developing activities that will promote learning. All the student teachers are expected to gain experience in conducting lessons and coming face to face with real classroom issues. നമുക്ക് കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളുകൾ, അതേപോലെ തന്നെ അവർക്ക് അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, അതേപോലെ തന്നെ എന്തെല്ലാം ആക്ടിവിറ്റീസ് പഠനം നടക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ഒരു സ്റ്റുഡൻറ് ടീച്ചർ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ കൂട്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം. ഓക്കെ, ആൻഡ് വി ക്യാൻ സീ that the following steps are involved in a plan. 3 കാര്യങ്ങൾ ഒരു പ്ലാനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഫസ്റ്റ് വൺ, പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ. ഓക്കെ, effective planning is required for successful implementation of any program. Okay, and second one, implementation. നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള സംഭവം ഇംപ്ലിമെന്റ് ചെയ്യുക, അവതരിപ്പിക്കുക. അതേപോലെ തന്നെ നെക്സ്റ്റ് അസസ്മെന്റ്, അതിൻ്റെ വിലയിരുത്തൽ. ഇങ്ങനെ 3 സ്റ്റെപ്സുകൾ ഉണ്ട് ഏതൊരു പ്രോഗ്രാമിനും ഏതൊരു പ്ലാനിനും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, ടീച്ചിങ് ഈസ് എ കോംപ്ലക്സ് ആക്ടിവിറ്റി ദാറ്റ് ഇൻവോൾവ്സ് കെയർഫുൾ പ്രിപ്പറേഷൻ ആൻഡ് പ്ലാനിങ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ടൈം ബൗണ്ട് ആക്ടിവിറ്റീസ്. ഓക്കെ, ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാനും പ്ലാൻ ചെയ്യാനും, അത് ടൈം ബൗണ്ട് ആക്കിയിട്ട് കുട്ടികൾക്ക് നൽകുകയും വേണം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, ദ സ്റ്റുഡൻറ് ടീച്ചേഴ്സ് ഹാവ് ടു ബി എനേബിൾഡ് ടു പ്രിപ്പയർ ടീച്ചിങ് മാനേഴ്സ് ഫോർ ദെയർ ടീച്ചിങ് പ്രാക്ടീസ്. എല്ലാ സ്റ്റുഡൻറ് ടീച്ചേഴ്സും അവരുടെ ടീച്ചിങ് പ്രാക്ടീസ് കാലഘട്ടത്തിൽ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കൽ നിർബന്ധമാണ് ക്ലാസ് റൂമിൽ പോകുന്നതിന്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ്, കോംപ്രഹെൻസീവ് യൂണിറ്റ് പ്ലാൻ. ഓക്കെ, a comprehensive unit plan is a teacher's detailed description of the course of instruction for an individual unit. ഈ കോംപ്രഹെൻസീവ് യൂണിറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കോഴ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ യൂണിറ്റ്. ഓരോ യൂണിറ്റിനെയും നമ്മൾ എന്താക്കി തിരിക്കുന്നുണ്ട്? പെഡഗോജിക് അനാലിസിസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഈ കോംപ്രഹെൻസീവ് യൂണിറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. The content of the unit is separated into various constituents like theme, sub-theme, learning activities, assessment, strategies, input and output discourses. Okay, നമ്മുടെ ഒരു യൂണിറ്റ് നമ്മൾ വേരിയസ് ആയിട്ടുള്ള ഭാഗങ്ങളാക്കി തിരിക്കുന്നുണ്ട്. അതിൻ്റെ തീം, സബ് തീം, ലേണിംഗ് ആക്ടിവിറ്റീസ്, അസസ്മെന്റ് സ്ട്രാറ്റജീസ്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിസ്കോഴ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അരിച്ചു പെറുക്കി സെർച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ,
and it covers an entire unit of work which may span several days or weeks. So systematic organization of time also can be included in the unit plan. Okay, the unit plan should provide the teacher with a concise overview of the unit. Okay, a teacher needs sufficient information about the class, student and their background before he attempt to plan a unit. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ കോംപ്രഹെൻസീവ് പ്ലാൻ, ഒരു യൂണിറ്റിനെ നമ്മൾ പെഡഗോജിക് അനാലിസിസ് ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നത് അതിൻ്റെ തീം, സബ് തീം, ലേണിംഗ് ആക്ടിവിറ്റീസ്, അസസ്മെന്റ് സ്ട്രാറ്റജീസ്, ഇൻപുട്ട് ഔട്ട്പുട്ട്, ഡിസ്കോഴ്സുകളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനിയാണ് നെക്സ്റ്റ് വരുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ് മാനുവൽ. വാട്ട് ഈസ് ടീച്ചിങ് മാനുവൽ? Every teacher should be able to plan creative methods with a view to achieving learning outcomes. Okay, after content analysis or pedagogic analysis, each teacher has to plan how the whole content should be divided for specific periods. Okay, അതായത് നമ്മൾ കോംപ്രഹെൻസീവ് യൂണിറ്റ് പ്ലാൻ, നമ്മൾ യൂണിറ്റ് പ്ലാൻ തയ്യാറാക്കി, ആ യൂണിറ്റ് പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ, അതായത് പെഡഗോജിക് അനാലിസിസ്, ആ പെഡഗോജിക് അനാലിസിസ് തയ്യാറാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ലേണിംഗ് ആക്ടിവിറ്റീസും എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ഈ വിവരങ്ങൾ ഉപയോഗിച്ച് ടീച്ചർ എന്ത് ചെയ്യാണ്? ഹി ഓർ ഷീ ഷുഡ് ബി ഡിവൈഡഡ് ഫോർ സ്പെസിഫിക് പീരിയഡ്സ്. എന്താണ്? ഓരോ പീരിയഡുകളും അതേപോലെ തന്നെ ഓരോ ക്ലാസ്സുകളുമായി മാറ്റിയാണ് എന്ത് ചെയ്യുന്നത്? പെഡഗോജിക് അനാലിസിസിന് ചെയ്യുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? കുട്ടികൾക്ക് ആ ലേണിംഗ് ഔട്ട്കം, നിങ്ങൾക്കറിയാം നിങ്ങളുടെ 3ാം ക്ലാസ്സിലെ 7ാമത്തെ ബേർഡ് എന്ന് പറയുന്നതിൻ്റെ ലേണിംഗ് ഔട്ട്കം. അപ്പോൾ അതിലത്തെ ഓരോ ആക്ടിവിറ്റീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതിലത്തെ ഓരോ ചാപ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ലേണിംഗ് ഔട്ട്കമ്മിനെ എന്താണ് സാധൂകരിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ് ഇതിലുണ്ടാവുക, ആ യൂണിറ്റിൽ ഉണ്ടാവുക. ലേണിംഗ് ഔട്ട്കമ്മിനെ ഹെൽപ്ഫുൾ ആകുന്ന ആക്ടിവിറ്റീസും അതേപോലെ തന്നെ ചാപ്റ്റേഴ്സും ആണ് അതിൽ ഉണ്ടാവുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ്, എ ടീച്ചിങ് മാനുവൽ ഈസ് കോംപ്രൈസ്ഡ് ഓഫ് 2 columns. 2 columns ഉണ്ട്. ഒന്ന് പ്രോസസ് കോളമാണ് ആൻഡ് സെക്കൻഡ് വൺ അസസ്മെന്റ് കോളം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് പറയാം? The student teachers can sit together and visualize the class in the discussion. What are the teaching aids needed? How and when each material has to be used are also to be fixed. Teacher must be able to customize the activities given in the textbook to the level of the learners in the class. Okay, and he or she has to include sufficient number of activities in the plan so that target learning outcomes are achieved. നോക്കുക, ഇപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ പെഡഗോജിക് TMന് 2 കോളങ്ങളുണ്ടെന്ന്, പ്രോസസ് കോളം, ഒന്ന് അസസ്മെന്റ് കോളം. ഓക്കെ, ഒരു സ്റ്റുഡൻറ് ടീച്ചർ എങ്ങനെയാണ് ആ പീരിയഡ് എടുക്കുന്നത് എന്ന് മുൻകൂട്ടി വിഷ്വലൈസ് ചെയ്യണം. എന്ത് എൻട്രി ആക്ടിവിറ്റി ഞാൻ യൂസ് ചെയ്യുന്നു, എന്ത് ഡിസ്കഷനൊക്കെ കുട്ടികളായിട്ട് ചെയ്യുന്നു, എന്തൊക്കെ വർക്കുകൾ കൊടുക്കുന്നു, ഒക്കെ എന്തൊക്കെ മെറ്റീരിയൽസ് ആവശ്യമുണ്ട്, അതേപോലെ തന്നെ എങ്ങനെയാണ് ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടീച്ചർ ആക്ടിവിറ്റീസ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി വിഷ്വലൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് അവിടെയാണ് ടീച്ചിങ് മാനുവലിന്റെ പ്രസക്തി. റൈറ്റിംഗ് ഓഫ് ദ പ്ലാനിങ് ഓഫ് എ ലെസൺ ഈസ് നോർമലി ടേംഡ് ആസ് ടീച്ചിങ് മാനുവൽ. നമ്മൾ എന്ത് വിഷ്വലൈസ് ചെയ്യുന്നോ, എന്ത് പ്ലാൻ ചെയ്യുന്നോ ഒരു ലെസണെ കുറിച്ച്, ഒരു പീരീഡിൽ നമ്മൾ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിച്ചതിനെ കുറിച്ച്, അത് എഴുതി തയ്യാറാക്കുന്നതാണ് എന്ത്? എഴുതി തയ്യാറാക്കുന്ന രേഖയാണ് എന്ത്? ടീച്ചിങ് മാനുവൽ. റൈറ്റിംഗ് ഓഫ് ദ
planning of a lesson is normally termed as teaching manual. Okay, ഇതാണ് പ്രോസസ് കോളം, അതേപോലെ തന്നെ അസസ്മെന്റ് കോളം. And next, benefits of TM. There are a lot of benefits. It gives teachers the opportunity to think deliberately about the prescribed learning outcomes, the materials needed, how long each activity might in the class, and how students should be grouped. എങ്ങനെ കുട്ടികളെ തരംതിരിക്കണം, ആ തരംതിരിച്ചതിൽ ഗ്രൂപ്പ് ചെയ്യണം, ആ ഗ്രൂപ്പിൽ എന്തൊക്കെ വർക്ക് കൊടുക്കണം, അതേപോലെ തന്നെ എങ്ങനെ കുട്ടികളെ റീഡ് ചെയ്യിപ്പിക്കണം, അതേപോലെ തന്നെ എന്തെല്ലാം വൊക്കാബുലറീസ് അവർക്ക് അറിയില്ലെങ്കിൽ അത് എങ്ങനെ പറഞ്ഞു കൊടുക്കണം, അതേപോലെ തന്നെ എന്തെല്ലാം മെറ്റീരിയൽസിൽ അതിനെ ഞാൻ ഉപയോഗിക്കണം, എൻ്റെ ലേണിംഗ് ഔട്ട്കംസ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം. തിങ്ക് ഡെലിബറേറ്റ്ലി എന്നാണ് പറഞ്ഞത്. നമുക്ക് എന്താണ് വൈഡ് ആയിട്ട് ചിന്തിക്കാനുള്ളൊരു അവസരം എന്തിന് കിട്ടുന്നു, TM എന്ന് കിട്ടുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ, ദ ലെസൺ വിൽ ടെൻഡ് ടു ഫ്ലോ more smoothly because all the informations and tasks have been decided upon beforehand. Okay, എന്താണ് നമുക്ക് നമ്മുടെ ലെസൺ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനും കുട്ടികൾക്ക് കാര്യങ്ങൾ വിവരങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും എന്ത് ചെയ്യാൻ പറ്റും, സാധിക്കും എന്നാണ് പറയുന്നത്. ടീച്ചേഴ്സ് ബിക്കം കോൺഫിഡൻറ്റ് ഇൻ ദ ക്ലാസ് ആൻഡ് ഇൻസ്പയർസ് ദ ലേണേഴ്സ്. ടീച്ചർക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്ത TM ഉണ്ട് എന്നുണ്ടെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് ക്ലാസ് എടുക്കാം. ഓക്കെ, കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്പയർ ചെയ്യാൻ കഴിയും. ആൻഡ് നെക്സ്റ്റ് വൺ, ടീച്ചിങ് മാനുവൽസ് ക്യാൻ സെർവ് ആസ് ആൻ എവിഡൻസ് ഓഫ് ടീച്ചേഴ്സ് പ്രൊഫഷണൽ പെർഫോമൻസ്. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടീച്ചറിന്, ആ ടീച്ചർ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഇനി എന്തൊക്കെ മാറ്റം വരുത്താനുണ്ട് എന്നുള്ളത് നോട്ട് ചെയ്യും. റിഫ്ലക്ഷൻ നോട്ട്സിൽ നിങ്ങളുടെ TM പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. നമ്മുടെ റിഫ്ലക്ഷൻ നോട്ട് ഉണ്ട്. അപ്പോൾ ആ റിഫ്ലക്ഷൻ നോട്ടിൽ ഇന്നത്തെ ക്ലാസ്സിന്റെ പോരായ്മയും ഇന്നത്തെ ക്ലാസ്സിന്റെ ഗുണങ്ങളും ഇനി എന്തെല്ലാം നന്നാക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ എഴുതി വെക്കും. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു നല്ല ടീച്ചർക്ക് അതൊരു രേഖയാണ് എങ്ങനെ ഉഷാറായി ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ പറഞ്ഞു TM എന്തുണ്ട്,